എൻ്റെ മക്കളെ ഇവളൊരു സമാധാനം തരുന്നില്ല. ഞാൻ നാളെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേനു. ഇന്ന് തന്നെ പൊരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൾ ഒറ്റ കട സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അല്ല ഇറന്നിട്ടിട്ട് എന്നാ ആക്കണ്ടേ അവളത് ഇപ്പം പൊരിച്ച് തരുവാനാ? എന്ത് നായിതില്ലേ, ഉണ്ടാരം കല്ലുമ്മക്കായി കാണാത്തൊരാക്കറം കളിയാ ഇവള് കളിക്കുക. പറയിപ്പിക്കുവാനായിട്ട് ഈ ഇപ്പം യൂട്യൂബ് കാണുന്നത് എന്ത് വിചാരിക്കും? എനിക്ക് ആക്കറാന്നല്ലേ വിചാരിക്കുക. ഒരു സ്റ്റാൻഡേർഡ് വേണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ. ഞാനെല്ലാം കഴിക്കുന്ന ഇനി ആണെങ്കിലേ മിതമായി ലേശം എടുത്ത് തിന്നുക. അപ്പാടങ്ങ് ബേജാറ് ആക്രാന്തം കാണിച്ചു കൂടത്. എന്തായാലും നിങ്ങളോട് ഞാൻ നാളാന്നൊക്കെ പറഞ്ഞ് പോയെങ്കിലും അതിന് ഇരുട്ടത്ത് തന്നെ എടുക്കുകയാണ് കേട്ടോ. മൈമ്പായി ഒന്നും നോക്കുന്നില്ല. ഇപ്പം തന്നെ എടുത്തിട്ട് പൊരിച്ചൊക്കെ കൊടുക്കട്ടെ. അവളെ ആഗ്രഹം അങ്ങ് നിറവേറിക്കോട്ടെ. അതിപ്പോൾ കേടായിക്കോ ഇല്ലയോ എന്നൊന്നും അറിയാം. കേടായിക്കൊന്നും ഇല്ല. കേടായിക്കട്ടെ നല്ല സ്മെല്ലുണ്ടാവില്ല. നിങ്ങളുടെ അഭിപ്രായം എന്നാ? സ്മെല്ലും ഒന്നും ഇല്ല, സംഭവം കുഴപ്പമൊന്നും ഇല്ലാത്തയാ. അപ്പോൾ ഒന്ന് പൊരിക്കട്ടെ എന്തായാലും കേട്ടോ. ഓക്കെ, ഒന്ന് കാണിച്ചു തരാം അത്. ഉയ്യ എൻ്റെ അമ്മേ, എല്ലാളെ ഇനി പച്ചക്ക് തിന്ന് കലേശോ. ഇത് ഇത്ര കാര്യം ഒന്നല്ല ഉണ്ടാവുക. 1 കിലോ കല്ലുമ്മ കൈ കാണുന്നേ. ഞാൻ ഇത് തീരുമോ ഇന്ന് 2-3 ദിവസത്തേക്ക് എടുക്കാന്ന് വിചാരിച്ചേ. 1 കിലോ കല്ലുമ്മക്കായ ഇത് 300 റുപ്യേൻ്റെ കല്ലുമ്മക്കായ ഇത്. ഇത് ഇനി ആഗ്രഹിക്കുമ്പോൾ മത്തിയും പിന്നെ വരാലും നെത്തലൊക്കെ ആഗ്രഹിക്കുമ്പോളെ ഇതൊന്നും ആഗ്രഹിക്കല്ലേ. ആകെയല്ല മനുഷ്യൻ. എന്തെന്നാലേ അവസ്ഥ. ഇനി ഇതിൻ്റെ കുറച്ചൊന്ന് ക്ലീനാക്കി എടുക്കുവാനുണ്ട്. എന്തായാലും ഇവിടെ എത്തി. നല്ല ഫ്രഷായിട്ട് വാങ്ങിയതാണ്. അവർ പറയുന്നത് പറിച്ച് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് അവിടെ വെച്ചതാണ്. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് വിൽക്കുന്ന ഒരു മൂപ്പരാണത്. അപ്പോൾ എന്തായാലും ഒന്നുകൂടി ഒന്ന് ക്ലീനാക്കി വരട്ടി പൊരിക്കുക. ബാക്കി ഇത് എണ്ണി എടുക്കുവാനാട്ടോ ഉള്ളൂ. 1 2 3 4 5 6 7 8 10 10 എണ്ണേ ഉള്ളൂ. എനക്കാലുള്ളൂ. എന്താ ഇതാ മിന്നു ഇത് ചൂടാക്കിയിട്ട് ചെമ്പിൻ്റെ ഒരു ചെമ്പ് ഇവിടെ നഷ്ടമാണ്. ഇതിനിപ്പം വെളുപ്പിച്ചെടുക്കണമെങ്കിൽ ബംഗാളിനെ പളിക്ക് വെക്കേണ്ടി വരും. ഇനി വരതണ്ട, ഇനി ഉണ്ടാണ്ടെടുത്തേ കുത്തിന. ഇവക്ക് ഇത് കണ്ടേരം ഇപ്പം തന്നെ ജോലി, അടുക്കളക്കാരി ജോലിയൊക്കെ എടുക്കുക. ഇങ്ങനെ ഉണ്ടോ? അതാ പറയുന്നത് നമ്മളെ വടേര ജനിക്കണമെന്ന്. വേറെ എവിടെ ആയൊന്നും കിട്ടുക. അല്ല നമ്മളെ വടേരക്കാരെ സ്പെഷ്യലായതല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, കല്ലുമ്മക്കായി നല്ലോണം മസാല എല്ലാം ചേർത്തി സെറ്റാക്കി വെച്ചിട്ട് നമുക്കിത് പൊരിക്കുക. ചീൻ ചട്ടി റെഡി എന്നുള്ള എടാ എല്ലാ അടിയിലുണ്ടാവും. നല്ല കല്ലുമ്മക്കായി ഇങ്ങനെ പൊരിഞ്ഞുകൊടുക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് നല്ല കടുക്കയും കൂട്ടി മിന്നു ചോറ് തന്നാൻ ഇരുന്നിട്ടുണ്ട്. കിട്ടിയില്ല. ഇടാൻ പോവാണ്. ഇതാ തരൂല, സ്മെല്ല് ചെയ്യുക, ചോറ് തിന്നുക. എന്നിട്ട് ഇതാക്കുക, ചോറ് തിന്നുക. അങ്ങനെ ഒരാഴ്ച ഇതിവിടെ വെക്കും. തിന്നാലും കയറുന്ന പോവല്ലോ. ഇതാ അപ്പോൾ ഓക്ക് കുറേ കാലമായിട്ടുള്ള പ്രഗ്നൻ്റ് ആയാലും തൊട്ടുള്ള ആഗ്രഹമാണ് ഇത് തിന്നുക. ഇതാ നല്ലോണം കടക്ക. എനിക്ക് കടക്ക നിറച്ച് പൊരിച്ച ഇഷ്ടമുണ്ടോ? ആണ്. ആരൊക്കെയോ പറഞ്ഞു. എന്നാലും പറഞ്ഞ പോലെ എല്ലാം അവിടെ നോട്ട് ചെയ്ത് കേട്ടോ. നിങ്ങൾ റെഡിയാക്കി വെച്ചോ. കടുക്ക ആണെങ്കിൽ അമ്മായി തരുന്നുണ്ട്. അറിയുന്ന പോലെ നല്ലോണം. എനക്ക് അറിയായിട്ടല്ല, പിന്നെ വേറൊരു ടേസ്റ്റ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. എന്താ ഞാനാക്കി അങ്ങനെ ആകാണ്ടായി പോവാതൊന്നും ഇല്ലേ. ചോട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ കടുക്ക ബടക്കായ്ക്ക് വന്നു നോക്കിയാ അഭിപ്രായം പറഞ്ഞിട്ട് ബടക്കായ്ക്ക് വയ്ക്കില്ല എന്ന് പറ. ബടക്കായ്ക്കാ ഒന്നായില്ല. റെഡിയാ, സെറ്റാ? അല്ല ഈ കടുക്ക നല്ല കടുക്കാട്ടോ. മൂപ്പറായിരുന്നു അല്ലേ ഉമ്മയെല്ലാം പറഞ്ഞിട്ട് നല്ല ഉഷാറാണ്. നമ്മൾ അവിടുന്ന് ഇത് തന്നയിക്ക അത് തന്നയിക്കാൻ്റെ അടുത്ത് നല്ലോണം പോയി വാങ്ങാൻ കേട്ടോ. നല്ല ഐറ്റാണ്. കടുക്കെല്ലാം നല്ല ഫ്രഷായിട്ട് കിട്ടും മുഗദാർ ബീച്ചിൽ. നിങ്ങളങ്ങോട്ട് നമ്മളൊരിക്കലും മറ്റേ ഇത് നിന്ന ബീച്ചടാ കുഞ്ഞിപ്പത്തിൽ ഒന്നുമില്ലേനാ ആടാ. ഓക്കെ, അതിൽ തന്നെ ഇട്ടേരാ. ഇല്ല, ഓഫ് ചെയ്തില്ല. ഞങ്ങൾ പോയാലും കുഞ്ഞിപ്പത്തിൽ വന്നിട്ടൊന്നുമില്ല. ഞങ്ങൾ അതിന് പോകല്ലോ. 4 കുട്ടികളെ നോക്കാൻ പോകുകയല്ലേ. ഇത് ബാക്കി ആളെ പറ്റിക്കല്ലേ. നാളെ പറ്റുന്ന ബാക്കിയുള്ള കല്ലുമ്മക്കായും കൂടെ ഞങ്ങൾ പൊരിച്ച് കിട്ടാം.
വളരെ കുറച്ചേ ഉള്ളൂ, ഒരു 3-4 കഷ്ണേ ഉള്ളൂ തിന്നാനും. കറി തരാണ്ടൊന്നും ഇല്ല. ലേശം ഉള്ളിയും 4 ചെറുനാരങ്ങ മുറിച്ചിട്ടാ മതിന്ന് പറഞ്ഞു ഇവള്. നല്ല പരിപ്പ് കറി ഉണ്ട് കേട്ടോ. എൻ്റെ പ്ലേറ്റിൽ നോക്കിയാൽ മതി. നല്ല പരിപ്പ് കറി വെച്ചിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഫുഡ്. ഓക്കെ, രാവിലെ തൊട്ടേ ഇതിങ്ങ് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ബനേനും ഇവിടെ പൊരിച്ച് വെച്ചിക്ക്. ഇനി ഹോട്ടലിലെ പോലെ വേണം പറഞ്ഞിതാ ഇനി എന്നാ ഇനി ഉള്ളി എന്നിട്ട് ഒന്നും അയ്യാ. എനിക്ക് ഈ പരിപ്പ് കറി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാ പരിപ്പ് കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ചോറ് നട്ടാ ഇങ്ങനെ കല്ലുമ്മക്കായി ഇതോടുകൂടി തീർന്നിട്ടോ. ആ ലാസ്റ്റ് ഫുള്ള് വെച്ച് ഓക്കെ. ഞാൻ നാട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടെത്തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, കൊണ്ടുവന്ന പെട്ടിയിൽ ഇഷ്ടം പോലെ തിരുമ്പുവാനുണ്ട്. ഒരു സാധനം പോലും ഞാനവിടെ തിരുമ്പിക്കില്ല കേട്ടോ. നമ്മളെ ഫുള്ള് ഇറക്കുവാനുള്ളതാ. ആ നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് എന്താ കൊണ്ടുവരണ്ടേ ഇനി ഞാൻ ചിലക്കാനുള്ളത് ഇതെല്ലാം. ഒന്നിനും നേരവും കിട്ടിക്കില്ല. അവിടെ വാഷിംഗ് മെഷീൻ കംപ്ലൈൻറ്റും അല്ലേ. ആ ഈ ഒരൊറ്റ പേൻ്റെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇനിയില്ലായിട്ട് വീട് നല്ലൊരു വൃത്തിയും വെടുപ്പും ഉണ്ട്. ഭാര്യമാർ അങ്ങനല്ലേ. നിന്റെ വില എനിക്ക് ആദ്യം അറിയാലോ. അപ്പം ഞാൻ ഇതെല്ലാം തിരുമ്പി വരാം കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഒരു സാധനം ഇവിടെ ഇടുവാൻ ബാക്കിയില്ല. തിരുമ്പാണ്ട് ആകെ ഇതാ തിരുമ്പാത്ത ഇടുള്ളൂ, അല്ല ഇടാത്ത ഇടുള്ളൂ ഈ ഒരു വേണ്ടി. ഇപ്പം കൂട്ടത്തിലിട്ടുകൊണ്ട് അതും കൂടി ഒന്നും തിരുമ്പി കളിയാലോ. എന്നാ ഇതെന്തോ ആയി ഉണ്ടെങ്കിലോ. ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അപ്പഴത്തേക്ക് കറണ്ട് പോയി ഗൈസ്. ഞങ്ങളെ വൈകുന്നേരത്തെ ചായ കൂട്ടലാണ് കേട്ടോ ഇത്. നല്ല ചെറുപയറിൻ്റെ അകത്ത് ചെറുപയർ ഗുലാഫി. ചെറുപയറിൻ്റെ അകത്ത് ശർക്കരയും നെയ്യും എല്ലാം ചേർത്ത് ഒരു പ്രത്യേക മിശ്രിതമാണ്. തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള. പിന്നെ നിന്ന് കൊയ്യാടിയാ. ആ ഇതും കൂട്ടി ചായ കുടിക്കട്ടെ. ഇത് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കാണുമ്പോൾ കൊതി വരുന്നുണ്ട് നിങ്ങൾക്ക്. ചെറുപയറും തേങ്ങയും വെള്ളവും ലേശം നെയ്യും പെരിഞ്ചീരകവും ഉലുവയും ഒക്കെ ഇട്ടിട്ട് ഇടിപ്പരിപ്പ് ഇടയിനല്ലേ. മറന്നുപോയി. നാളെ ഉണ്ടാക്കുമ്പോൾ കേട്ടോ.